ക്ഷേത്രത്തിൽ അക്രമം കാട്ടുകയും ക്ഷേത്രമുതലുകൾ അടിച്ചു നശിപ്പിക്കുകയും ചെയ്ത പ്രതി കൊട്ടിയം പോലീസിന്റെ പിടിയിൽ. തൃക്കോവിൽവട്ടം തട്ടാർകോണം അഖിൽ ഭവനിൽ അഖിൽകുമാറാണ് അറസ്റ്റിലായത്. വ്യാഴാഴ്ച രാത്രി 9 മണിക്കാണ് പേരൂർ കൽക്കുളങ്കാവിന്റെ മൂലസ്ഥാനമായ ഭൂതത്താൻകാവിൽ അക്രമം നടന്നത്. മറയില്ലാത്ത ക്ഷേത്രത്തിനുള്ളിൽ അതിക്രമിച്ചു കയറിയ പ്രതി പ്രധാന വിഗ്രഹത്തെ ഇളക്കിയും ചുറ്റിലുമുള്ള കമ്പിവേലിയും വിളക്കുകളും അടിച്ചു നശിപ്പിക്കുകയും ചെയ്തത്. രാത്രി ക്ഷേത്രത്തിൽ നിന്ന് ശബ്ദം കേട്ടതിനെ തുടർന്ന് പ്രദേശവാസികൾ എത്തിയപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ അഖിൽകുമാറിനെ കാണുകയും അതിക്രമിച്ചു കയറിയത് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിന്റെ വൈരാഗ്യത്തിൽ പ്രദേശവാസികളിൽ ചിലരെ ആക്രമിക്കുകയും ചെയ്തതോടെ ക്ഷേത്രം ഭാരവാഹികൾ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയായിരുന്നു. 5000 രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. അവിടെ സംഭവിച്ചാൽ ഇന്നലെ നമ്മുടെ ക്ഷേത്രത്തിലെ രണ്ടാം ഉത്സവമായിരുന്നു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഉത്സവത്തിന് മുന്നോടിയായിട്ട് നമുക്ക് ഒരു മൂലസ്ഥാനമായ പൂവത്തങ്കാവുണ്ട്. അവിടെ ഉത്സവം കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ വൈകുന്നേര സമയത്ത് ആരും അങ്ങനെ പോകത്തില്ല. ലൈറ്റും വൈദ്യുതി ദീപാലങ്കാരങ്ങളും എല്ലാം ഇട്ടിരുന്നത്. അപ്പോൾ ഇന്നലെ ഒരു 10 മണി ആയപ്പോഴാണ് ഇത് കണക്ക് ഒരു 10:15 എനിക്കൊരു അവിടെ നിന്നൊരു അവിടെ അടുത്തുള്ള ഒരാൾ വിളിച്ചിട്ട് പറയും, ഇത് കണക്ക് പൂവത്തങ്കാവിൽ ആരോ കയറി എന്തൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന അവിടെ സൗണ്ട്, ഗേറ്റൊക്കെ അടിച്ചു തുറക്കുന്നത്. അപ്പോൾ അത് പൂട്ടിയിട്ടിരുന്നതാണ്. നമ്മൾ സാറിന് ഇനി 9 ഉത്സവത്തിന് അത് നമ്മൾ തുറക്കാറുള്ളൂ. പള്ളികെട്ടയ്ക്ക് മാത്രമായിട്ട് ആറാട്ടിനേ ഉള്ളൂ പൂജ കഴിഞ്ഞാൽ. അപ്പം ഇത് പൂട്ടിയിട്ടിരുന്നത് ഇടിച്ച് പൊട്ടിച്ച് ഫ്രണ്ടിലത്തെ ഗേറ്റ് കമ്പിയെല്ലാം വളച്ച് ഒടിച്ചു കളഞ്ഞ് അകത്ത് കയറി പ്രതിഷ്ഠ പിടിച്ച് ഇളക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് അവിടെ ചെയ്തത്. അപ്പോൾ അതിനെതിരെ നമ്മളെ കമ്മിറ്റി അംഗങ്ങൾ അന്നേരം വന്നവർ പ്രതികരിച്ചവരെ എല്ലാം ആക്രമിക്കുന്നൊരു രീതിയാണ് അവിടെ സംഭവിച്ചത്. ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ 3 കമ്മിറ്റിക്കാരെ നല്ല രീതിയിൽ ആക്രമിച്ചു. അവരിന്നലെ രാത്രിയോടുകൂടി നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ പോയി എടുത്തുനിന്ന് രാവിലെയാണ് അവർ വന്നത്. ആ കേസ് നമ്മളെ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കാവ് നിൽക്കുന്നത് കൊട്ടിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അപ്പോൾ അവിടെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മളെ വിളിച്ച് മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട്. കൊട്ടിയം SHO പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം SI നിതിൻ നളൻ, സൗരവ്, CPOമാരായ പ്രശാന്ത്, അരുൺ തുടങ്ങിയവർ ചേർന്ന് പ്രതിയെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.